2023 ഓഗസ്റ്റിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാലിന് നീരും അതുപോലെ തന്നെ വേദനയും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിൽ MRI ചെയ്യാൻ തീരുമാനിക്കുകയും MRI എടുത്ത ശേഷം ലിബിയുടെ കഴുത്തിൻ്റെ പിറകിൽ C1 ഒരു ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമർ കൊണ്ടാണോ ആ പെയിനും ആ നീരും വരുന്നതെന്നൊരു സംശയങ്ങളുണ്ടാവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ശരിക്കും അത് പേടിച്ചു. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് ശരിക്കും പേടിച്ചു. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, അത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് അതങ്ങ് മാറ്റി ഒന്ന് ബയോപ്സി വിടാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും വൈഫിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് സർജറി C1 അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അത് ഇമ്മീഡിയറ്റ്ലി വേണ്ട, പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വന്നു. ഞങ്ങളൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ചു. ഡോക്ടർ പിന്നെയും ഇവിടെ വന്ന് MRI എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാമത് MRI എടുത്തു. അപ്പം അതും ആ ഒരു ഗ്രോത്ത് ഇല്ലാതെ ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. ഡോക്ടർ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ഇതവിടെ ഇരുന്നോട്ടെ, ആർക്കും ഒരു ശല്യമൊന്നുമില്ല, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു 3 മാസത്തെ ടാബ്ലറ്റ്സ് തരാം, അത് നിങ്ങൾ കഴിച്ചാൽ മതി, ഓട്ടോമാറ്റിക് തന്നെ വേദനകൾ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ വെച്ച് ലിബിയുടെ ഒരു ഫ്രണ്ട്, ഒരു നോൺ ക്രിസ്ത്യൻ, പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലം ആലപ്പുഴയുണ്ട്, അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഒരത്ഭുതം സംഭവിക്കും എന്ന് ആ നോൺ ക്രിസ്ത്യൻ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും അമ്പരന്ന് പോയി. ശരിക്കും കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു സംഭവം കേട്ടപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അഹങ്കാരം വളരെ വലുതായിരുന്നു. ഞാനോർത്തു ഞാൻ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസവും എന്നുള്ള ഒരു അഹങ്കാരത്തിലായിരുന്നു ഞാൻ ശരിക്കും നടന്നത്.